ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് 6th ചാപ്റ്റർ ഫ്രം ദി ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്ററാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അല്ലേ, പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. യെസ്, നമുക്ക് എന്തായാലും അത് നല്ലപോലെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിനെ 4 ഭാഗമായിട്ട് തിരിക്കാം. എത്ര ഭാഗമായിട്ട്? 4. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അത് തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിക്കും ഇല്ലേ. അതേതാണ്? ചോള ഡൈനാസ്റ്റിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഏതാണ്? ചോള അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരൊന്ന് പറഞ്ഞൊന്നുകൂടെ. ഫ്രം ദി ലാൻഡ് ഓഫ് ചോളാസ് ടു ഡൽഹി. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു എഴുത്ത് തന്നിട്ടുണ്ട്. എന്താണ്? എഴുത്ത്. അപ്പോൾ ആ എഴുത്ത് മൊത്തം വായിക്കണോ? വേണ്ട. അത് എവിടെ നിന്നാണ് എങ്ങനെയാണ് കിട്ടിയത് എന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. അതെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേ, ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ പേര് നിങ്ങൾ കണ്ടുവോ? സെക്കൻഡ് പേജിൽ. യെസ്, ദേ ഇവിടെ കൊടുത്തേക്കണ അമ്പലത്തിൻ്റെ പേരൊന്ന് വായിച്ചേ. ബൃഹദീശ്വര ടെമ്പിൾ. എവിടെയാണത്? യെസ്, തഞ്ചാവൂരിലെ ബൃഹദീശ്വര ടെമ്പിളിൽ സെക്കൻഡ് ഫ്ലോറിലെ ഒരു ചുമരിലാണ് നമുക്ക് ഈ എഴുത്ത് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നാണ് മനസ്സിലായി. ആ അമ്പലം ആരാണ് ഉണ്ടാക്കിയത് എന്നറിയാമോ? അതുണ്ടാക്കിയത് രാജരാജ ചോള എന്ന് പറയുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രാജാവായിരുന്നു. ആ ചോള ഡൈനാസ്റ്റിയിലെ രാജരാജ ചോള എന്ന് പറയുന്ന രാജാവായിരുന്നു ആ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരുപാട് രാജാക്കന്മാർ ചോള ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഫോർ എക്സാമ്പിൾ രാജേന്ദ്ര ചോള, രാജരാജ ചോള, അപ്പം അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട്. ഇനി അടുത്ത കുറച്ച് സെൻറ്റൻസുകളിലായിട്ട് ആ മുകളിൽ കൊടുത്തിരിക്കുന്ന എഴുത്തിൽ എന്തൊക്കെയാണ് സംഭവം, എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് ദേ ഇവിടെ പറയുന്നത്. അത് നിങ്ങൾ മൊത്തം പഠിക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫുള്ള് വായിക്കാൻ നിൽക്കുന്നില്ല, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി പഠിക്കാൻ കിടക്കുവാണേ. അപ്പോൾ അതുകൊണ്ട് അത് മൊത്തം ഞാൻ വായിക്കുന്നില്ല. പക്ഷെ അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ താഴെയുണ്ട്, അത് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പം എന്താണ് അതിൽ പറയുന്നത്? അതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു വേർഡ് ഞാൻ കാണുന്നത് മരക്കൽ. കണ്ടോ? ദേ ഇവിടെ ഒരു വേർഡ് കിടക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചു തരാം. അളക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം പാത്രമാണ് കേട്ടോ അത്. അപ്പം അങ്ങനത്തെ കുറച്ച് അളവ് കോലുകളുടെ പേരുകളുണ്ട്. ദേ ഇവിടെ കാണാം. അതൊക്കെയാണ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കുറച്ച് വാക്കുകൾ. വേറെ ഒന്നും തന്നെ അതിൽ കാര്യമായിട്ട് പറയുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഞാൻ അടുത്ത ഒരു പാരഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? This inscription describes the South Indian kingdom ruled by the Cholas from the 9th to 13th century CE. ഇവിടെ മുതൽ നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കണം. ഈ ചാപ്റ്ററിൻ്റെ പഠിക്കേണ്ട ഭാഗങ്ങൾ ഇവിടെ മുതലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോള ഡൈനാസ്റ്റിനെ പറ്റി പഠിക്കാൻ പോവാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു ഡൈനാസ്റ്റി ഇന്ത്യയിൽ നിലനിന്നിരുന്നത്? ഏതാണ്? 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയാണ് ചോളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്നത്. ഓക്കെ, സൗത്ത് ഇന്ത്യ കേട്ടോ. പ്രധാനമായും തമിഴ്നാട്, കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലാണ് ഈ പറഞ്ഞ ചോളന്മാർ ഭരിച്ചിരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം മുകളിൽ തന്നിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ ഈ ചോളാസിൻ്റെ ആണ് എന്നാണ് ആ സെൻറ്റൻസിൽ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ആ എഴുത്തിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? എക്കണോമിക് കണ്ടീഷൻ, ചോള കിങ്ഡത്തിൻ്റെ എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി നമുക്ക് ആ ഒരു എഴുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞേക്കണേ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് വാട്ട് ഇൻഫോർമേഷൻ ഡു വി റിസീവ് ഫ്രം ദിസ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെ മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞത്? അവിടുത്തെ എഗ്രികൾച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എന്ത് എഴുതാം? അവിടുത്തെ എഗ്രികൾച്ചറിനെ പറ്റി എഴുതാം. രണ്ടാമത്തെ കാര്യം എന്ത് എഴുതാം? അവിടുത്തെ ടാക്സിനെ പറ്റിയിട്ട് അല്ലേ, അവിടുത്തെ ലാൻഡ് റവന്യൂ വരുമാനത്തിനെ പറ്റി നമുക്ക് മനസ്സിലായി.
ടാക്സേഷനെ പറ്റി മനസ്സിലായി. അത് നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റിൽ എഴുതാം. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ത് ചെയ്താം, അവരുടെ ഒരു വെൽത്തിനെ പറ്റി അല്ലേ, അവരുടെ ഒരു വെൽത്തിനെ പറ്റി നമുക്ക് മനസ്സിലായി. അതേപോലെ അവരുടെ വ്യാപാരത്തിനെ പറ്റി മനസ്സിലായി. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പോയിന്റുകളിലായിട്ട് നിങ്ങൾക്ക് എഴുതാം. ക്ലിയർ ആണല്ലോ, സിമ്പിളാണ്. ആ ഒരു എഴുത്തിൽ നിന്ന് നമുക്ക് അവരുടെ അഗ്രികൾച്ചറിനെ പറ്റി മനസ്സിലായി, ട്രേഡ്, പിന്നെ വെൽത്ത്, ലാൻഡ് റവന്യൂ, ടാക്സേഷൻ, ടെമ്പിൾ എക്കണോമി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി അത് കംപ്ലീറ്റ് ചെയ്യാം. ഇഷ്ടമുള്ളതല്ല, ആ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലേതെങ്കിലും 3 എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഞാൻ പറയുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, എന്താണ്, ഏത് നൂറ്റാണ്ടിലാണ് ചോള ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്? ഫ്രം 9th to 13th. അത് മറക്കരുത്. 9th to 13th സെഞ്ച്വറി വരെയാണ് ആര് ഭരിച്ചിരുന്നത്? ചോള കിങ്ഡം ഉണ്ടായിരുന്നത്. അത് മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ചോള ഡൈനാസ്റ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു എന്നാണ്. എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ്? യെസ്, എവിടെയാണ്? ചോളമണ്ഡലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ തഞ്ചാവൂര് സ്ഥലം നിങ്ങൾ കേട്ടിട്ടില്ലേ? കുറേ പാട്ടിലൊക്കെ നമുക്ക് കേൾക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, തഞ്ചാവൂര് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് ചോളമണ്ഡലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 പോയിന്റ് പഠിച്ചു. ഫസ്റ്റ് പഠിച്ച പോയിന്റ് ഏത് നൂറ്റാണ്ടിലാണ് അവരുണ്ടായിരുന്നത്, അവർ ഭരിച്ചിരുന്നത്? ഏതാണ്? 9th to 13th സെഞ്ച്വറി CE. ഇനി അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചോളമണ്ഡലം. ചോളമണ്ഡലം അതെവിടെയാണ്? തഞ്ചാവൂരിന് ചുറ്റുമായിട്ട്. ചോളമണ്ഡലം വിച്ച് വാസ് അറൗണ്ട് തഞ്ചാവൂർ വാസ് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്. രണ്ടാമത്തെ പോയിന്റും പഠിച്ചു. ഇനി പറയണ കാര്യം നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണേ. ഈ ചോളന്മാർക്ക് മുൻപുണ്ടല്ലോ, അവിടെയൊക്കെ ഭരിച്ചിരുന്ന ആളുകളായിരുന്നു പല്ലവന്മാർ, പല്ലവാസ്. ഓക്കെ, ഇപ്പോൾ ഈ പല്ലവന്മാരെ ആര് തകർത്തു? ഈ ചോളന്മാരെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയിട്ടാണ് ആ സ്ഥലം മൊത്തം എന്ത് ചെയ്തത്? പിടിച്ചടക്കിയത് കേട്ടോ. അപ്പോൾ ഈ ചോളാസ് എന്ത് ചെയ്തു? അവരുടെ അധികാരം ക്യാപ്ചർ ചെയ്തു. എങ്ങനെ? ആരെ ഡിഫീറ്റ് ചെയ്തിട്ട്? പല്ലവന്മാരെ ഡിഫീറ്റ് ചെയ്തിട്ട്. അതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. ദി ചോളാസ് ക്യാപ്ചേർഡ് പവർ ബൈ ഡിഫീറ്റിംഗ് ദ പല്ലവാസ്. ഓക്കെ, അത് നിങ്ങൾ മുൻപുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ് അടുത്തത് പറയുന്നത്. മോസ്റ്റ് ഓഫ് സൗത്ത് ഇന്ത്യ were then under the control of ചോള കിങ്സ്. അങ്ങനെ ഈ പല്ലവന്മാരെയൊക്കെ തോൽപ്പിച്ച് സൗത്ത് ഇന്ത്യയുടെ ഭൂരിഭാഗം സ്ഥലം മൊത്തം ആര് കൈവശമാക്കി? ഈ ചോള രാജാക്കന്മാരെ സ്വന്തമാക്കി. ദിസ് ഹെൽപ് ദം ഇൻ അച്ചീവിങ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി. അങ്ങനെ അവർക്ക് സമൂഹത്തിലും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നല്ല എന്ത് കിട്ടി? സ്ഥിരത കിട്ടി, സ്റ്റെബിലിറ്റി കിട്ടി. ആർക്ക്? ചോള രാജാക്കന്മാർക്ക്. ക്ലിയർ ആണല്ലോ. അപ്പം ചോളന്മാരെ പറ്റി ഒരു കുഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ മനസ്സിലായില്ലേ? ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ടുള്ള, നമുക്കിനി ഒത്തിരി പഠിക്കാനുണ്ട് ഈ ചോളന്മാരെ പറ്റിയിട്ട്. നമുക്ക് ഒരു മാപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, എവിടെയൊക്കെയാണ് ഈ ചോള കിങ്ഡം ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ആ മാപ്പിൽ. എന്തൊക്കെയാണ് അതിൽ കാണുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞേ? കാഞ്ചിപുരം അല്ലേ? നിങ്ങൾ കാഞ്ചിപുരം പട്ടുസാരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? യെസ്, അത് ആ സ്ഥലം തന്നെയാണ്. അപ്പം കാഞ്ചിപുരം, അതേപോലെ ഗംഗൈക്കൊണ്ട ചോളപുരം, അത് ഒരു സ്ഥലമാണ്. പിന്നെ നാഗപട്ടണം, പിന്നെ മധുരൈ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ കാവേരി എന്ന് കാണാമല്ലേ? കാവേരി നദി ആണ് അവിടെ. അപ്പം ഇത്രയും സ്ഥലങ്ങൾ ആ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം എന്താണ്? ചോള കിങ്ഡം, ചോള രാജാക്കന്മാരെ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ് അതെല്ലാം. ഓക്കെ, അപ്പോൾ ഒരു കുഞ്ഞൊരു മാപ്പൊക്കെ അവർ തന്നിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്താണ് പറയുന്നത്? അടുത്ത ഭാഗത്തിലായിട്ട് പറയുന്നത്, നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ട റിവർ ഏതാണ്? ഏതാ? യെസ്, കാവേരി റിവർ അല്ലേ? അപ്പം നിങ്ങളോട് പറയുകയാണേ, ഐഡൻറ്റിഫൈ ഫ്രം ദി മാപ്പ് the river that helped in the prosperity of the ചോള kingdom. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉയർച്ച, അഭിവൃദ്ധി, സമൃദ്ധി എന്നൊക്കെ പറയാമല്ലേ നമുക്ക്. അപ്പം
ചോള കിങ്ഡത്തിന് ഉയരാനും അഭിവൃദ്ധിക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ള റിവർ ഏതാണ് എന്ന് നിങ്ങൾ മുൻപത്തെ മാപ്പിൽ കണ്ടുവോ എന്ന് ചോദിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഏത് റിവറായിരുന്നു? കാവേരി റിവർ അല്ലേ? സോ നമുക്കതറിയാം. ഇനി അവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു റിവറിന് ഒരു രാജ്യത്തിനെ ഉയർത്താനായിട്ട് സാധിക്കുക? ഹൗ കുഡ് എ റിവർ കോൺട്രിബ്യൂട്ട് ടു ദി പ്രോഗ്രസ് ഓഫ് എ കൺട്രി? നിങ്ങളൊന്ന് പറഞ്ഞ് എങ്ങനെയായിരിക്കും? യെസ്, നമുക്ക് കുറേ ചാപ്റ്ററിലായി നമ്മൾ പഠിക്കുന്നു. ഒരു റിവർ ഉണ്ടെങ്കിൽ അതിൻ്റെ തീരത്തെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം അല്ലേ? ആ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇറിഗേഷൻ, വെള്ളം ഒഴിക്കാനൊന്നും തീരെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമുക്ക് നല്ല പോലെ കൃഷി നടക്കും. സർപ്ലസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അധികമായിട്ട് കൃഷി ചെയ്ത് കിട്ടുന്ന വിഭവങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കത് ട്രേഡ് ചെയ്യാം, വ്യാപാരം ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് കാശ് സമ്പാദിക്കാം അല്ലേ? അപ്പോൾ എന്താണ്, ഇതെല്ലാം എങ്ങനെ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ? ഒരു റിവർ ഉണ്ട്. അപ്പോൾ റിവർ ഒരു രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിന് കാരണമാവുന്നില്ലേ? ഉണ്ട്. ഇവിടെ നമ്മൾ ആരെ പറ്റി പഠിക്കുന്നത്? ചോള അല്ലേ? ചോള കിങ്ഡം. അപ്പോൾ ആസ് യു ഹാവ് ഡിസ്കവേർഡ്, നമ്മൾ കണ്ടുപിടിച്ച പോലെ, എന്ത് കണ്ടുപിടിച്ച പോലെ? നമ്മൾ ആ മാപ്പിൽ ഒരു റിവർ കണ്ടുപിടിച്ചു അല്ലേ? കാവേരി നദിയുടെ തീരത്താണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഈ പറഞ്ഞ ചോള കിങ്ഡം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുക? വിഭവങ്ങളാൽ സമ്പന്നമാണ് എന്ന് നമുക്ക് പറയാം. റിച്ച് ഇൻ റിസോഴ്സസ്. കാരണം അവിടെ നമുക്ക് ഇറിഗേഷനുള്ള ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ഫെർട്ടൈൽ സോയിൽ ഉണ്ട്, കാരണം റിവറിന് അടുത്തായതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിച്ച് ഇൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാവേരി റിവർ വാലിയുടെ തീരത്താണ്, അല്ലെങ്കിൽ അവിടെയാണ് എന്തുള്ളത്? നമ്മുടെ ചോള കിങ്ഡം ഉള്ളത്. വിച്ച് മെയ്ഡ് ദി ഏരിയ, ആ സ്ഥലം റിച്ച് ഇൻ റിസോഴ്സസ് ആക്കി മാറ്റിയത് ഈ പറഞ്ഞ റിവറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആളുകളുടെ പ്രധാന ജോലി എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, എന്തായിരിക്കും? എഗ്രികൾച്ചർ ആയിരിക്കും. യെസ്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ, ആ വില്ലേജിലെ ജനങ്ങളുടെ മെയിൻ ഒക്യുപ്പേഷൻ, പ്രധാന പണി എന്ന് പറയുന്നത് എന്താണ്? എഗ്രികൾച്ചറാണ്. ഇനി അവർ എന്തൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്തത് എന്നാണ് അടുത്തത് പറയുന്നത്. എന്തൊക്കെയാണ്? ദേ കൾട്ടിവേറ്റഡ് സിറിയൽസ്, ഫ്രൂട്ട്സ്, പൾസസ്, ഷുഗർ കെയിൻ, ബീറ്റൽ ലീഫ്, അരിക്കനട്ട്, ജിഞ്ചർ, ടർമറിക് ആൻഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് സംഭവത്തിൻ്റെ ഒക്കെ ഫിഗർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അവരെന്ത് ചെയ്തു? അവിടെ കൾട്ടിവേറ്റ് ചെയ്തു. ദ റൂളേഴ്സ് ഹു റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇറിഗേഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് കൺസ്ട്രക്റ്റഡ് ഡിഫറെൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ അവിടെ ഭരിച്ചിരുന്ന ഭരണകർത്താക്കൾക്ക് എന്ത് മനസ്സിലായി? ഈ നദിയുടെ പ്രാധാന്യം മനസ്സിലായി, അല്ലെങ്കിൽ അഗ്രികൾച്ചറിനെ, ഇറിഗേഷൻ, വെള്ളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു? നിരവധി വെള്ളം ഒഴിക്കാൻ, ഇറിഗേഷനുള്ള ഒരുപാട് സംവിധാനങ്ങൾ അവർ നിർമ്മിച്ചു. അതാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദേ കൺസ്ട്രക്റ്റഡ് ഡിഫറെൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് അടുത്തത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? പോണ്ടുകൾ, ടാങ്ക്, കനാല്, കിണറുകളെല്ലാം ആര് നിർമ്മിക്കാനായിട്ട് തുടങ്ങി? അവിടുത്തെ ഭരണകർത്താക്കൾ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? കാരണം അവർക്ക് മനസ്സിലായി ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വെള്ളമെല്ലാം നന്നായി വേണം. അപ്പോൾ അത് എന്ത് വേണം? അത് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ റൂളേഴ്സ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ഇറിഗേഷൻ ഫെസിലിറ്റീസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? പോണ്ട്, ടാങ്ക്, കനാല്, വെല്ലെന്ന് വെച്ചാൽ എന്താണ്? കിണർ. ഇതുവരെ ക്ലിയർ ആണോ? ഇൻ അഡീഷൻ ടു ദിസ്, ബണ്ട്സ് വേർ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവേഴ്സ് ആൻഡ് ദ വാട്ടർ thus collected was distributed to different parts of the country through canals. ഇത് പോരാഞ്ഞിട്ട് അവരെന്തുകൊണ്ടും ചെയ്തെന്നറിയോ? ഈ റിവറിൻ്റെ അടുത്തായിട്ട് എന്ത് കൺസ്ട്രക്റ്റ് ചെയ്തു? ബണ്ടുകൾ ഉണ്ടാക്കി. ആ ബണ്ടുകൾ ഉണ്ടാക്കിയുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാം, കളക്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട്
കനാലുകൾ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഈ ഒരു നദി ഉണ്ടെങ്കിൽ നദിയുടെ ഭാഗത്ത് മാത്രമായിരിക്കും അല്ലേ വെള്ളം ഉണ്ടായിരിക്കുക. അപ്പോൾ ബാക്കി രാജ്യത്തിൻ്റെ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും വെള്ളം എത്തില്ല. വെള്ളം എത്താൻ വേണ്ടി അവർ ചെയ്ത ഒരു ഐഡിയ ആണ് ബണ്ടുകൾ നിർമ്മിക്കുക. എന്നിട്ട് കനാല് വഴി വെള്ളം കൺട്രിയുടെ പല ഡിഫറെൻറ്റ് പാർട്സിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ഹ്യൂജ് പോണ്ട്സ് were built in areas where there were no natural streams and rainwater was collected in them during the rainy season. അതേപോലെ ബണ്ടുകൾ ഉണ്ടാക്കിയ പോലെ അവർ നിർമ്മിച്ച വേറൊരു സംഭവമാണ് വലിയ വലിയ പോണ്ടുകൾ. അതെന്തിനു ഹെൽപ്പ് ചെയ്തു? ഇതേപോലെ വെള്ളത്തിൻ്റെ അരുവികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അവർ പോണ്ടുകൾ നിർമ്മിച്ചു. അതിലെന്ത് സംഭവിക്കും? മഴക്കാലത്ത് ഈ മഴവെള്ളം അതിൽ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതുപോലെയുള്ള വാട്ടർ റിസർവയേഴ്സ് എന്ത് ചെയ്തിരുന്നു അവരെ? ദാറ്റ് വർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഗോയിങ് ഡ്രൈ. ഇങ്ങനെ വറ്റി വരണ്ട് പോവാനായിട്ട് അവർ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന വെള്ളത്തിൻ്റെ സംഭരണികളെയാണ് നമ്മൾ ഇരിപ്പട്ടി എന്ന് പറയാം. എന്താണ് അവർ പറഞ്ഞിരുന്നത്? ഇരിപ്പട്ടി. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലെയുള്ള വെള്ളം സംരക്ഷിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളെയാണ് നമ്മൾ വാട്ടർ റിസർവയേഴ്സ് എന്ന് പറയാം. ഇതെല്ലാം എന്ത് ചെയ്യും? ഈ വറ്റി വരണ്ട് പോവാനായിട്ട് അവരെ സമ്മതിച്ചിട്ടില്ല. അവർ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. ദാറ്റ് വെർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഗോയിങ് ഡ്രൈ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇരിപ്പട്ടി എന്ന് പറയുന്നത്. അതുവരെ ക്ലിയർ അല്ലേ? യെസ്. എപ്പാർട്ട് ഫ്രം ദിസ് ദ കൾട്ടിവേറ്റേഴ്സ് were given tax concession for the development of agriculture and they were encouraged to bring barren land under cultivation. ഇതുമാത്രമൊന്നുമല്ല അവർ ചെയ്തു കൊടുത്തത്. എഗ്രികൾച്ചർ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിരുന്നു? ഈ ടാക്സുകളിലൊക്കെ ഇളവ് കൊടുത്തു. ഓക്കെ. അപ്പോൾ കൃഷി ചെയ്യുന്നവർക്കെല്ലാം ടാക്സിൽ ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ? സോ അപ്പോൾ കൃഷിക്കാർക്കെല്ലാം അതൊരു പ്രചോദനമായിട്ട് അവർ കൂടുതൽ കൃഷി ചെയ്യും. അങ്ങനെ എന്താണ്? അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ മൊത്തം അവിടെ എന്തായിട്ട് മാറും? അവിടെ കൾട്ടിവേഷൻ തുടങ്ങും എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ് ബാരൻ ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? തരിശായി കിടക്കുന്ന ഭൂമി എന്ന് വെച്ചാൽ പാഴായിട്ട് കിടക്കുന്ന, ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഭൂമിയിൽ നമുക്ക് കൃഷിയൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ, അതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. By donating land to temples and Brahmins, it became possible to expand agriculture to a larger area. അത് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവില്ല അല്ലേ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇന്ത്യയിൽ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുണ്യം കിട്ടാനായിട്ട് നമ്മൾ നമ്മുടെ പേരിലുള്ള സ്ഥലം ബ്രാഹ്മിൻസിനോ അതേപോലെ തന്നെ നമ്മൾ ആരാധിക്കുന്ന സ്ഥലങ്ങൾക്കോ നമ്മുടെ സ്ഥലം അങ്ങ് എഴുതി കൊടുക്കും, ഗിഫ്റ്റായിട്ട് കൊടുക്കും. ഓക്കെ. അപ്പം നമുക്ക് എന്ത് കിട്ടും? പുണ്യം കിട്ടും എന്നാണ് പണ്ട് അധികമായി അത് വിശ്വസിച്ചിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പം ടെമ്പിൾസിനും ബ്രാഹ്മിൻസിനും കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ സ്ഥലത്ത് കൃഷി ചെയ്യും. അപ്പോൾ അതെന്തിനെ ഹെൽപ്പ് ചെയ്തു? എഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു, ഇങ്ങനെയൊരു സംഭവം ഉള്ളതുകൊണ്ട്. However, such a land were filled by agricultural laborers who lived like slaves. എന്നിരുന്നാൽ കൂടി കൃഷിയൊക്കെ വളരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ആരാണ് കൃഷി ചെയ്യുന്നത്? ഇവരുടെയൊക്കെ അടിമകളായി നിൽക്കുന്ന, സ്ലേവ് പോലെ നിൽക്കുന്ന താഴ്ന്ന ജാതിക്കാരാണ് അവിടെ പണിയെടുക്കാനൊക്കെ നിന്നിരുന്നത്. അതൊരു ഡീമെറിറ്റ് ആണല്ലേ. എന്നിരുന്നാൽ കൂടി അവിടെ കൃഷി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത്രയും മനസ്സിലായോ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങൾ എന്തായാലും പഠിക്കണം. ഈ കാവേരി റിവർ എങ്ങനെ നമ്മുടെ ഈ ചോള കിങ്ഡത്തിനെ ഹെൽപ്പ് ചെയ്തു. അടുത്തത് നമ്മുടെ നോട്ടിലേക്ക് എഴുതാനായിട്ടുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ? അനലൈസ് ദ റോൾ പ്ലേഡ് ബൈ ദി അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ദി എക്കണോമി ഓഫ് ചോള കിങ്ഡം. ഇതിന് മുൻപ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ആ കാവേരി റിവറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? യെസ്, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
Analyze the role played by the agriculture sector in the economy of ചോള കിങ്ഡം. ഈ ചോള കിങ്ഡത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ എങ്ങനെയാണ് കൃഷി സഹായിച്ചത്? കൃഷി എന്ന് പറയുന്ന മേഖല എങ്ങനെ ചോള കിങ്ഡത്തിൻ്റെ എക്കണോമീനെ സഹായിച്ചു? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തൊക്കെ പോയിന്റ്സ് എഴുതാം? അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോയ്സ് നമുക്ക് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക? നമുക്കൊരു പ്രധാനമായിട്ടൊരു 5-6 പോയിന്റുകൾ നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ഞാനതിവിടെ നോട്ട് കൊടുക്കാം, നിങ്ങൾക്കത് നോക്കി എഴുതിയാലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് കുറച്ച് പോയിന്റുകൾ മാത്രം എടുത്തു പറയാം. എങ്ങനെയായിരിക്കും ഒരു കൃഷി ഒരു രാജ്യത്തിനെയോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ ചോള കിങ്ഡത്തിനെയോ ഹെൽപ്പ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാം, കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഴ്സ് ഓഫ് ഫുഡാണല്ലേ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ മാർഗമാണ്. അപ്പോൾ അതുതന്നെയാണ് ഒന്നാമത്തെ പോയിന്റ്. അതൊരു രാജ്യത്തിനെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? യെസ്, സോഴ്സ് ഓഫ് ഫുഡാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക്. അവിടെ നമ്മൾ പഠിച്ചു മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് തന്നെ അഗ്രികൾച്ചറാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് അവിടെ എംപ്ലോയ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കൃഷി ചെയ്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വ്യാപാരം ചെയ്യും, ട്രേഡ് ചെയ്യും. ട്രേഡ് ചെയ്ത് നമ്മൾ എന്ത് കിട്ടും? നമുക്ക് വരുമാനം കിട്ടും അല്ലേ? അപ്പോൾ ആ ഒരു ചോള കിങ്ഡം അവിടെ വെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? കൃഷിയുടെ ഭാഗമായി ഒരുപാട് ഇറിഗേഷൻ സിസ്റ്റംസ് ഡെവലപ്പായി. ഒരു കിങ്ഡത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് കാരണമായി മാറി. ആ ഒരു പോയിന്റ് എഴുതാം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? സോഷ്യലി സമൂഹത്തിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് പട്ടിണിയൊക്കെ മാറി അവരെന്ത് വരുമാനം കിട്ടിത്തുടങ്ങി ജനങ്ങൾക്ക്. അപ്പോൾ സമൂഹത്തിലൊരു സ്ഥിരത ലഭിച്ചു തുടങ്ങി. അപ്പോൾ ഇത്രയും പോയിന്റ്സൊക്കെ പ്രധാനമായിട്ടും എഴുതാം. ഞാൻ അതിൻ്റെ നോട്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചത്? ചോള കിങ്ഡത്തിൽ ഉണ്ടായിട്ടുള്ള അഗ്രികൾച്ചർ അല്ലേ? അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കൃഷിയൊക്കെ ചെയ്തു, ഒരുപാട് ഉൽപ്പന്നങ്ങളായി, നമുക്ക് ആവശ്യത്തിലധികം ഉൽപ്പന്നമായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം അല്ലേ? അത് നമുക്ക് വ്യാപാരം ചെയ്യാം, വിൽക്കാം. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ട്രേഡ്. എങ്ങനെയാണ് ചോള കിങ്ഡത്തിൽ ട്രേഡ് നടന്നിരുന്നത് എന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പഠിക്കണ്ടു. എന്തൊക്കെ സംഭവങ്ങളാണ് ട്രേഡ് ചെയ്തിരുന്നത്, എവിടെയൊക്കെയാണ്, ആരാണ് എന്നൊക്കെ പഠിച്ചാൽ ഈ സംഭവം കഴിഞ്ഞു. ഓക്കെ, we have discussed in the previous classes that the surplus generated through agricultural progress leads to the development of trade. എന്താണ് നമ്മൾ മുൻപുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്, നമ്മൾ കൃഷി ചെയ്താൽ അഗ്രികൾച്ചറിലൂടെ നമുക്ക് സർപ്ലസ് അധികമായിട്ട് വല്ല പ്രൊഡക്ട്സ് ഒക്കെ ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്ത് ഡെവലപ്പ് ആവും? ട്രേഡ് ഡെവലപ്പ് ആവും. ദി ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് ദി ചോള പീരീഡ് പ്രൂവ് ദാറ്റ് ബോത്ത് ഇന്റേണൽ ആൻഡ് ഓവർസീസ് ട്രേഡ് were developed during that period. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് എഴുത്തുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഒരുപാട് വ്യാപാരങ്ങൾ അത് ആ ചോള കിങ്ഡത്തിൻ്റെ അകത്തും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള സാധനങ്ങൾ കടലിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ വരെ എത്തിയിട്ടുണ്ട്, ട്രേഡ് അവർ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അവിടെ മാർക്ക് ചെയ്തതെന്നൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സെവറൽ പ്രോഡക്ട്സ് were sold out in the local markets. അവിടെയുള്ള ലോക്കലായിട്ട് കാണുന്ന മാർക്കറ്റുകളിലെല്ലാം ഒരുപാട് സംഭവങ്ങൾ വിറ്റഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് പ്രധാനമായും കണ്ടുവന്നിരുന്നതാണ് വീവിങ്. ഓക്കെ, യെസ്, അങ്ങനെ വീവിങ്ങിന് ഒരുപാട് സാധ്യതകൾ ചോള കിങ്ഡത്തിലുണ്ടായിരുന്നു. ഒരുപാട് ഗിൽഡ് എന്ന് വെച്ചാൽ കൂട്ടങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീവേഴ്സിൻ്റെ ഒരുപാട് കൂട്ടങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ക്വാളിറ്റി ടെക്സ്റ്റൈൽ ഐറ്റംസ്
were exported to North India and other parts. അപ്പോൾ അവിടെ എന്താണ് പ്രധാനമായിട്ടും നല്ല നിലവാരമുള്ള ഡ്രസ്സുകൾ അല്ലേ, ടെക്സ്റ്റൈൽ ഐറ്റംസ് അവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തിരുന്നു, നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഇത് എക്സ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ അവിടെ പ്രധാനമായി കണ്ടുവന്നിരുന്നതാണ് ഷുഗർ കെയിൻ. അപ്പോൾ ഷുഗർ കെയിൻ അവിടെ ഒരു കമേഴ്ഷ്യൽ പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ എഗ്രികൾച്ചർ പ്രൊഡക്റ്റ് മാത്രമല്ല, ആ സമയത്ത് മെറ്റൽ വർക്കുകളും ആരംഭിച്ചിരുന്നു. മെറ്റൽ വർക്ക് എന്ന് പറയുമ്പം നമുക്ക് അവിടെ കുറച്ച് തെളിവുകൾ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ കുഴിച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഗ്രഹങ്ങൾ, ഐഡൽസ് എന്ന് വെച്ച വിഗ്രഹങ്ങളും വെസലുകൾ, പാത്രങ്ങളെല്ലാം നമുക്ക് അവിടുത്തെ അമ്പലങ്ങളിൽ നിന്ന് ഒക്കെ ആയിട്ട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദി ഓർണമെൻറ്റ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ, സ്വർണങ്ങൾ കൊണ്ടും വെള്ളികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നിരവധി ആഭരണങ്ങൾ നമ്മൾ അവിടുന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് കിട്ടി. പേൾസും കോറൽസ് എന്ന് വെച്ചാൽ എന്താണ്, പവിഴം അല്ലേ, അതെല്ലാം ആ പറയുന്ന കടലിൻ്റെ തീരങ്ങളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, അതെല്ലാം അവർ കയറ്റി അയക്കുമ്പം പോയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് മെർച്ചൻസ്, കംബോഡിയയിൽ നിന്ന് ഒരു കൂട്ടം വ്യാപാരം ചെയ്യുന്ന ആളുകൾ, അതാണ് മെർച്ചൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെ വിസിറ്റ് ചെയ്തു, ഈ ചോള കിങ്ഡത്തിലെ വിസിറ്റ് ചെയ്തതിൻ്റെ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നൂറ്റാണ്ടിൽ 11ാം നൂറ്റാണ്ടിലായിട്ട്. ഡ്യൂറിങ് ദിസ് പീരീഡ്, ഈ സമയത്താണ് ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള തീരദേശ ട്രേഡ് ചെയ്തിരുന്ന ഭാഗങ്ങൾ, ആ സ്ഥലങ്ങളുടെ പേരാണ് കേട്ടോ ഇനി പറയുന്നത്. ഏതൊക്കെയാണ്? ഒരു 5 സ്ഥലമുണ്ട്. നാഗപട്ടണം, മഹാബലിപുരം, കാവേരി പൂംപട്ടിണം, ഷാലിയൂർ, കോർക്കൈ. അപ്പോൾ ഈ 5 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് കോസ്റ്റൽ ട്രേഡ്. തീരദേശ ട്രേഡിൻ്റെ പ്രധാന ആസ്ഥാന കേന്ദ്രങ്ങളായിരുന്നു ഈ നാഗപട്ടണം പോലെയുള്ള 5 സ്ഥലങ്ങൾ. പഠിച്ചുവോ? ഇന്ന് നിലവിൽ പ്രസൻ്റ് ആയിട്ടുള്ള എന്താണ്, വിശാഖപട്ടണം തുറമുഖം എന്ന് കേട്ടിട്ടില്ലേ? അത് പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് എന്തായിരുന്നു അതിൻ്റെ പേര്? കുലോത്തൂംഗ ചോള പട്ടണം എന്നായിരുന്നു. എന്താണ്? കുലോത്തൂംഗ ചോള പട്ടണം. ഈ കുലോത്തൂംഗ ചോള എന്ന് പറയുന്നത് അവിടെ ചോള കിങ്ഡം ഭരിച്ചിരുന്ന ഒരു ഭരണകർത്താവിൻ്റെ പേരാണ്. അപ്പം അങ്ങനെയാണ് അതിനെ അങ്ങനൊരു പേര് വന്നത്. അപ്പോൾ ഈ ഓതെന്ത് എത്ര വലിയ പേരെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു 10 പ്രാവശ്യം പറയുക, 5 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ സെറ്റായി, അത് കിട്ടി. ഓക്കെ, കുലോത്തൂംഗ ചോള പട്ടണം. ക്ലിയർ? ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് സമ്പന്നരായിട്ടുള്ള വ്യാപാര കൂട്ടങ്ങൾ, ഗിൽഡുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ 2 പേരുകൾ പറയുന്നുണ്ട്. നാഗരാത്തർ, മണിഗ്രാമം. അങ്ങനെ 2 കൂട്ടങ്ങൾ, നല്ല റിച്ച് ആയിട്ടുള്ള വ്യാപാര കൂട്ടങ്ങൾ അവിടെ എത്തി. അവരൊക്കെ വന്ന് എന്തായിരിക്കും നടക്കുക? നല്ല ബ്രിസ്ക് ട്രേഡ് എന്ന് പറയുന്നത്, നല്ല അടിപൊളിയായിട്ടുള്ള വ്യാപാരം അവിടെ നടക്കില്ലേ? നല്ല വേഗത്തിൽ അവിടുത്തെ വ്യാപാരങ്ങളെല്ലാം നടന്നു പോയിരുന്നു. ഇതുവരെ ക്ലിയർ ആയോ? സോ നമ്മൾ എഗ്രികൾച്ചറിനെ പറ്റി പഠിച്ചു, ട്രേഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇതുവരെയുള്ള നോട്ടെല്ലാം എല്ലാവരും എഴുതില്ലേ? 2 ക്വസ്റ്റ്യൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. എന്താണ് 3ാമത്തെ ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദി മാപ്പ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ലാൻഡ്സ് വിത്ത് വിച്ച് ദ ചോള കിങ്ഡം ഹാഡ് ട്രേഡ് റിലേഷൻസ്. മാപ്പ് നോക്കിയിട്ട് ആ ട്രേഡ് റിലേഷൻസ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും ഭാഗം ഇവിടം വരെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് തരാം, എന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു.